ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അവർ ലൈഫ് ആൻഡ് ഫർമ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ന്യൂ മംസിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആയിരിക്കും. നമ്മൾ ഡെലിവറിയുടെ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞൊക്കെ കുഞ്ഞാവകൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ഐറ്റംസ് വാങ്ങാറുണ്ടായിരിക്കും അല്ലേ. സോ ഇതിൽ ഞാൻ വാങ്ങിയ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഐറ്റംസിൽ എനിക്ക് യൂസ്ഫുൾ ആയ ഐറ്റംസ് ഏതൊക്കെയാണ്, യൂസ്ഫുൾ അല്ലാത്ത വേസ്റ്റ് ആയി പോയ ഐറ്റംസ് ഏതൊക്കെയാണ്, ഇങ്ങനത്തെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? പോകാം. സോ ഫസ്റ്റ് പ്രോഡക്റ്റ് നമ്മൾ ഡെലിവറിക്കൊക്കെ മുമ്പ് തന്നെ പർച്ചേസ് ചെയ്ത് വെക്കുന്ന ഒന്നാണ് നെറ്റ് ബെഡ്, ക്യാരി ബെഡ് അല്ലെങ്കിൽ നെസ്റ്റ് ബെഡ്, അതുപോലെ നോർമൽ ബെഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ ഇത് ആക്ച്വലി ഞാൻ ഓൺലൈനിൽ നിന്ന് തന്നെയായിരുന്നു വാങ്ങിയിരുന്നത്. ഇതിന് ഒരുപാട് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമൊക്കെ ചെക്ക് ചെയ്താൽ ഒരുപാട് നല്ല നല്ല ഭംഗിയുള്ളതൊക്കെ കാണാനായിട്ട് പറ്റും. സോ അതൊക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ നല്ല റേറ്റും ആണ് കേട്ടോ, അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. മീഡിയം ലെവലിലുള്ള നോർമൽ ആയിട്ടുള്ള ഒന്ന് വാങ്ങിയാൽ മതി എന്ന് വെച്ചിട്ട് ഞാൻ ഓൺലൈനിൽ നിന്നായിരുന്നു, ഫ്ലിപ്കാർട്ടിൽ നിന്നാന്ന് തോന്നി. ഞാൻ ടാഗ് പ്രോഡക്ട്സ് ലിങ്ക് എല്ലാം കൊടുത്തേക്കാം കേട്ടോ. സോ അങ്ങനെയാണ് ഞാനത് വാങ്ങിയിരുന്നത്. സോ എനിക്കത് യൂസ്ഫുൾ ആയോ എന്ന് വെച്ചാൽ ഞാനൊരു മൂന്നെണ്ണം വരുന്ന ഒരു സെറ്റായിരുന്നു വാങ്ങിയത്. ഒരു നെറ്റ് ബെഡും പിന്നെ ഒരു ക്യാരി ബെഡ് അല്ലെങ്കിൽ ആ ഒരു നെസ്റ്റ് ബെഡ് എന്നൊക്കെ പറയും, പിന്നെ വരുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു ബെഡും വരുന്ന ഒരു സെറ്റായിരുന്നു വാങ്ങിയിരുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിരുന്ന ഒന്നെന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരി ബെഡ് അല്ലെങ്കിൽ ആ ഒരു നെസ്റ്റ് ബെഡ് ആയിരുന്നു. കുഞ്ഞിനെ ക്യാരി ചെയ്യാനും എവിടെയെങ്കിലുമൊക്കെ പോകാനാണെങ്കിൽ അതിൽ വെച്ചുകൊണ്ട് പോകാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അതിനോടൊപ്പം തന്നെ ഈ സേഫ് കുഞ്ഞെന്ന് പറഞ്ഞാൽ വീട്ടിൽ വെച്ചിട്ടായാലും അതിൽ കിടക്കാനായിരുന്നു കൂടുതൽ ഇഷ്ടം. ആ ഒരു നെറ്റ് ബെഡിനേക്കാളും കുഞ്ഞ് ഒരുപാട് കിടന്നിട്ടുള്ളത് ആ ഒരു നെസ്റ്റ് ബെഡ് അല്ലെങ്കിൽ ക്യാരി ബെഡിലായിരുന്നു. അത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ അത്യാവശ്യം നല്ല യൂസ് ചെയ്തിട്ടുള്ള ഒന്നായിരുന്നു നെസ്റ്റ് ബെഡ്. സോ പിന്നെ കുഞ്ഞ് കുറച്ചുകൂടിയൊക്കെ ആയപ്പോഴത്തേക്കും തറയിലൊക്കെ കിടത്താനൊക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ ആ ഒരു നോർമൽ ബെഡൊക്കെ ഇട്ട് തറയിൽ കിടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി ഒരുപാട് ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ സേഫ് കുഞ്ഞെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഒരു പരുവം വരില്ലേ അങ്ങനെയുള്ളതിൽ കിടക്കത്തുള്ളൂ. സോ അതുവരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അതൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ ക്ലോത്തിൻ്റെ കൂടെയൊക്കെ പോയി തുടങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സോ ആ ഒരു പർച്ചേസ് എനിക്ക് വെർത്ത് ആയിട്ടുള്ള ഒരു പർച്ചേസ് ആയിരുന്നു കേട്ടോ. സോ ഇതുപോലത്തെ ഉള്ള ഒരു സെറ്റായിട്ട് വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. ആക്ച്വലി ഇത് ഒരുപാട് റേറ്റിൻ്റെ ഉണ്ട്, മീഡിയം റേറ്റിൻ്റെ ഉണ്ട്. സോ അത് നിങ്ങൾക്ക് താല്പര്യമുള്ളത് നോക്കിയിട്ട് ചെക്ക് ചെയ്ത് വാങ്ങാം. ഞാൻ ടാഗ് പ്രോഡക്റ്റ്സ് ഞാൻ വാങ്ങിയതിൻ്റെ എല്ലാം ലിങ്ക് കൊടുത്തേക്കാം. സോ സെക്കൻഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഫീഡിംഗ് പില്ലോ ആക്ച്വലി മിക്കവരും ഇപ്പോൾ വാങ്ങുന്ന ഒന്ന് തന്നെ ആയിരിക്കും അല്ലേ. സോ ഇത് ഞാൻ നോർമലായിട്ടുള്ള ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ഇവിടെ ഡെലിവറിക്ക് തൊട്ട് മുമ്പ് തന്നെ ഞാൻ ഒരു ഫീഡിംഗ് പില്ലോ വീട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫീഡിംഗ് പില്ലോ ആണ് ഞാൻ ഒരുപാട് നാൾ യൂസ് ചെയ്തത് കേട്ടോ. ആക്ച്വലി അത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഫീഡിംഗ് പില്ലോ ആയിരുന്നു. സിമ്പിളാണ് ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. സോ അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് യൂട്യൂബിലെ വീഡിയോസൊക്കെ നോക്കിയിട്ട്. ആക്ച്വലി ഇത് ഭയങ്കര സിമ്പിളാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഞാൻ അത് നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വലുതായിരുന്നു. അതുകൊണ്ട് സേഫിനെ എനിക്ക് വെച്ച് ഫീഡ് ചെയ്യാനൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. സോ അതാണ് ഞാൻ ഒരുപാട് യൂസ് ചെയ്തത്. പിന്നെ ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു ചെറിയൊരു ഫീഡിംഗ് പില്ലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അത്രയ്ക്ക് യൂസ് ചെയ്തിട്ടില്ല, കാരണം അത് കുറച്ച് ചെറുതായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ വലുത് യൂസ് ചെയ്തിട്ട് ഉള്ള ആ ഒരു കംഫർട്ടബിൾ ചെറുത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടാത്തത് കൊണ്ടായിരിക്കും. എനിവേസ് ഫീഡിംഗ് പില്ലോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നായിരുന്നു എനിക്ക് കേട്ടോ പേഴ്സണലി. സോ കുറച്ച് വലുതൊക്കെ നോക്കി വാങ്ങുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് കേട്ടോ. മൂന്നാമത്തേതാണ് ബേബി ബാത്ത് ടബ്. കുഞ്ഞിന് ഞാനൊരു മൂന്ന് മാസം ആണെന്ന് തോന്നുന്നു, 2-3 മാസമായപ്പോൾ തന്നെ ഞാൻ കുഞ്ഞിന് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആ ഒരു സമയത്ത് സേവുവിനെ അതിൽ വെച്ച് കുളിപ്പിക്കാനൊക്കെ കുറച്ച് അവൾ ആദ്യമൊക്കെ കുറച്ചൊന്ന് കംഫർട്ടബിൾ ആയി വരാൻ കുറച്ച് ടൈം എടുത്തു. പക്ഷേ എനിക്ക് കുഞ്ഞൊന്ന് ഇരുന്നൊക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെച്ച് കുളിപ്പിക്കാൻ പറ്റുന്ന ഒന്ന് ബേബി ബാത്ത് ടബ് തന്നെയാണ് കേട്ടോ. ബാത്ത് ടബ് ഇല്ലാതെ എനിക്ക് കുളിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടുന്ന് ഒരു ബാത്ത് ടബ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, നാട്ടിലെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ടാഗ് പ്രോഡക്ട്സ് ലിങ്ക് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. സോ അതും എനിക്ക് നല്ല വെർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ബാത്ത് ടബ്. ഇവന് ഒരു 6 months ഒക്കെ ആവാറായപ്പോൾ ഞാൻ വാങ്ങി ഒന്നായിരുന്നു ഫ്രൂട്ട് നിപ്പിൾ. കുഞ്ഞുങ്ങൾക്ക് ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കാനായിട്ട് അതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പം അവർക്ക് കഴിക്കാനായിട്ട് പറ്റും. ആക്ച്വലി എനിക്ക് ഈ ഒരു ഫ്രൂട്ട് നിപ്പിൾ അത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ഓരോ കുഞ്ഞുങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കുന്നതായിരിക്കും ഇഷ്ടം. സോ ഈ ഒരു ഫ്രൂട്ട്സ് നിപ്പിളിൽ കൊടുക്കുന്നതിനേക്കാളും അവർക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഓറഞ്ചൊക്കെ ആയാലും കുറച്ച് അല്ലിയായിട്ട് എടുത്തിട്ട് കൊടുക്കുന്നതായിരുന്നു അവർക്ക് കൂടുതൽ ഇഷ്ടം. സോ അതുകൊണ്ട് തന്നെ ഫ്രൂട്ട് നിപ്പിൾ എനിക്ക് ആ ഒരു കേസിൽ എനിക്ക് അത്ര യൂസ്ഫുൾ ആയിട്ടില്ല. ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടുമില്ല. പിന്നെ കുറേ പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ടീച്ചിങ്ങിൻ്റെ സമയത്ത് ഫ്രൂട്ട് നിപ്പിൾ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അവർക്ക് കടിക്കാനെന്നൊക്കെ. പക്ഷെ സേഫിനിന്റെ കേസിൽ അത് എനിക്ക് അങ്ങനെ യൂസ്ഫുള്ളും അല്ലായിരുന്നു. അവർക്ക് അങ്ങനെ കടിക്കാനൊന്നും അത് ഒരു താല്പര്യവും ഇല്ലായിരുന്നു കേട്ടോ. സോ ഇപ്പോൾ വാങ്ങിയതിൽ എനിക്ക് ഒരു പ്രയോജനവും ഇല്ലാതെ വേസ്റ്റ് ആയി പോയ ഒരു പ്രോഡക്റ്റാണ്. ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടേ ഇല്ല. 1-2 പ്രാവശ്യം അവർക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ നെക്സ്റ്റ് ഒരു പ്രോഡക്റ്റ് ആണ് ഹൈ ചെയർ. കുഞ്ഞുങ്ങൾക്ക് ഫുഡൊക്കെ കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു 6 months ഒക്കെ കഴിയുമ്പോൾ മിക്കവരും ഇപ്പോൾ വാങ്ങുന്ന ഒന്ന് തന്നെയായിരിക്കും ഹൈ ചെയർ എന്ന് പറയുന്നത്.
ആക്ച്വലി സേഹുവിന് ഞാനൊരു 7-8 months ഒക്കെ ആയപ്പോഴാണെന്ന് തോന്നുന്നു ഹൈ ചെയർ വാങ്ങിയിട്ടുള്ളത്. ആദ്യം കുഞ്ഞിന് അതിൻ്റെ അകത്ത് ഇരുന്ന് കഴിക്കാൻ ഭയങ്കര ഡിസ്കംഫർട്ടായിരുന്നു, അവൾക്ക് ഇറങ്ങണം ആ ഒരു ടെൻഡൻസി ആയിരുന്നു. ഞാൻ മാക്സിമം അതിൻ്റെ അകത്ത് വെച്ച് ആദ്യമൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ. സോ ഹൈ ചെയർ എനിക്ക് ആ ഒരു സമയത്തൊക്കെ നല്ല യൂസ്ഫുൾ ആയിരുന്നു. പക്ഷെ സേവുവിനൊരു 1 വയസ്സൊക്കെ ആവാറായ സമയത്ത് എനിക്കൊന്നൊരു ഇവിടെ UAE വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ട് അവൾക്ക് നന്നായിട്ട് എഴഞ്ഞൊക്കെ നടക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അവൾക്ക് തീരെ ഹൈ ചെയറിൽ ഇരുന്ന് കഴിക്കാൻ താല്പര്യമില്ല ഇപ്പോൾ കേട്ടോ. അവൾക്ക് എഴഞ്ഞ് നടക്കാനുള്ള ആ ഒരു ശ്രമങ്ങളൊക്കെ ആയ ആ ഒരു സമയത്ത് നടക്കാനുള്ള പ്രാക്ടീസും ഒക്കെ ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഫുഡ് അതിൻ്റെ അകത്ത് ഇരുന്ന് കഴിയുമ്പോൾ കുറച്ച് കഴിക്കും, പിന്നെ എന്തെങ്കിലും തറയിലിടും ഇറക്കി വിടാനായിട്ട്. സോ അങ്ങനെയൊക്കെ ആയിരുന്നു. സോ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കൂടുതലും അവളെ തറയിൽ വെച്ചിട്ട് തന്നെയാണ് ഫുഡ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഹൈ ചെയറിന് ഞാനിപ്പം ഈ ഒരു ലെങ്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈ ചെയർ ആയിരുന്നു വാങ്ങി. അപ്പം ആ ഹൈ ചെയറിന്റെ ലെങ്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിപ്പോൾ കുറച്ച് ലെങ്ത് കുറച്ചാണ് വെച്ചേക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞിന് എണ്ണീറ്റ് തന്നെ നിന്നിട്ട് കഴിക്കാൻ പറ്റും. നടന്ന് പോയി അത് എടുത്ത് കഴിക്കുന്ന ആ ഒരു രീതിയിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ അവൾക്ക് ഇഷ്ടമാണ്. പക്ഷെ അതിനകത്ത് ഇരുന്ന് കഴിക്കാൻ ഇപ്പം അത്ര താല്പര്യമില്ല. പക്ഷെ ഞാൻ ഒരുപാട് അത് യൂസ് ചെയ്തിട്ടുണ്ട്. നോമ്പിന് സമയത്തൊക്കെയും സേവ് കുഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അതിൽ തന്നെ ഇരുത്തിയിട്ട് അവൾക്ക് ഫുഡ് കൊടുത്തോണ്ടായിരുന്നു നമ്മൾ കഴിക്കുന്നതൊക്കെയും. സോ അങ്ങനെയൊക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. അത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയായിരുന്നു, എനിക്ക് വർത്ത് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിരുന്നു. പിന്നെ സേവ് കുഞ്ഞായിരുന്ന സമയത്ത് എനിക്കൊന്ന് 2 മാസം 3 മാസം ഒക്കെ ആയപ്പോഴാണെന്ന് തോന്നുന്നു ഞാൻ പ്ലേ ജിം വാങ്ങി കൊടുക്കുന്നത്. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ടോയ്സിനോടൊന്നും അത്ര താല്പര്യമൊന്നും കാണൂല കേട്ടോ. സേവിന് അങ്ങനെ ആ ഒരു സമയത്തൊന്നും താല്പര്യമില്ലായിരുന്നു. ഞാൻ തന്നെ വിചാരിക്കുന്നത് കുഞ്ഞിന് ടോയ്സിനോട് ഇത്ര താല്പര്യക്കുറവാണ്. കിലുക്കമൊക്കെ ജസ്റ്റ് ഒന്ന് കിലുക്കി നമ്മൾ കാണിച്ച് ഇങ്ങനെ നോക്കും, അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. അല്ലാതെ വലിയ താല്പര്യമൊന്നും കുഞ്ഞ് കാണിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്ലേ ജിം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ച് വാങ്ങിയത്. ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, കുറച്ചൊക്കെ കിടന്നിട്ടുണ്ട്. പിന്നെ അതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല. അപ്പം ഞാൻ അതിൻ്റെ അകത്തുള്ള ആ ഒരു സാധനമൊക്കെ ഇളക്കി കൊടുത്ത് കളിപ്പിക്കുമായിരുന്നു, എന്താ കിലുക്കിയൊക്കെ കളിപ്പിക്കുമായിരുന്നു. പക്ഷെ അത് നല്ലതാണെന്ന് പറയും കുഞ്ഞുങ്ങൾക്ക് കാലും കൈയൊക്കെ അടിച്ച് അവർക്ക് സ്ട്രോങ് ആവാനൊക്കെ അത് കുറച്ച് നല്ലതാണെന്ന് പറയാറുണ്ട്. അത്ര താല്പര്യമില്ലായിരുന്നു, കുറച്ച് ദിവസമൊക്കെ കിടന്നു കേട്ടോ. പിന്നെ അതിനോട് വലിയ താല്പര്യം ഇല്ലാതെ പോയി. അത് എനിക്ക് വാങ്ങണ്ടായിരുന്നു എന്നെനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ആവശ്യമില്ലാത്തൊരു പ്രോഡക്റ്റ് ആയിരുന്നു. കാരണം കുഞ്ഞ് അതിൽ ഒരുപാടൊന്നും കിടന്നിട്ടൊന്നുമില്ല. അവൾക്ക് കൂടുതലും കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴായിരുന്നു കൂടുതലും ഇഷ്ടം ഇങ്ങനെ കിലുക്കങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ ടോയ്സിനോടായിരുന്നു കുറച്ചെങ്കിലും ഇഷ്ടമുള്ളത്. അല്ലാതെ അതിനകത്ത് കിടക്കാനും ആ ഒരു മ്യൂസിക് പിയാനോ ഒക്കെ ഉണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് അല്ലാതെ വലിയ താല്പര്യമൊന്നും ആ ഒരു സമയത്ത് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരു 3 മാസം അവർക്ക് വലിയ ടോയ്സിനോട് വലിയ താല്പര്യമൊന്നും കാണുന്നില്ല. പിന്നെ നമ്മൾ കിലുക്കുമ്പോൾ ഒന്ന് നോക്കും, അന്ന് കളിക്കുമെന്നല്ലാതെ എനിക്ക് വലിയ താല്പര്യം കുഞ്ഞുങ്ങൾക്ക് ആ സമയത്ത് ഡെവലപ്പ് ചെയ്ത് വരുമെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ. സോ എനിവേസ് എനിക്കത് വേസ്റ്റ് ഓഫ് മണി ആയിരുന്നു. എനിക്ക് അത് വാങ്ങണ്ടെന്നാണ് എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഓരോ കുഞ്ഞുങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ചിലവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞാൻ പറയുന്നത് എല്ലാവർക്കും സെയിം ആവില്ല കേട്ടോ. സോ എനിക്കത് വേസ്റ്റ് ഓഫ് മണി ആയിരുന്നു. പിന്നെ സേവിന് ഞാൻ വാങ്ങിയ ഒന്നായിരുന്നു കാരിയർ, ബേബി കാരിയർ. ആക്ച്വലി എനിക്ക് നാട്ടിൽ വെച്ച് ഞാൻ വലിയതായിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല, കാരണം നാട്ടിൽ എല്ലാവരും ഉണ്ട്. പിന്നെ ഞാൻ വലിയ നാട്ടിലൊന്നും വെച്ച് എവിടെ അങ്ങനെ പുറത്തൊന്നും ഒരുപാട് പോകുന്ന അങ്ങനെ ഒരു ടൈപ്പൊന്നും അല്ല. സോ അതുകൊണ്ട് തന്നെ അതെനിക്ക് വലിയ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ലായിരുന്നു. അപ്പം ഞാൻ വാങ്ങിയപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇത് എന്തിനാണ് ഞാൻ വാങ്ങിയത്, അങ്ങനെ യൂസ് ചെയ്യുന്നൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് എയർപോർട്ടിൽ വെച്ചും ഒരുപാട് യൂസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കാരിയർ ആയിരുന്നു. പിന്നെ UAE വന്നതിന് ശേഷം ഇപ്പം ഞാൻ ഒറ്റയ്ക്കും ഞാനും മാത്രമല്ല ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ എനിക്ക് ആ ഒരു സമയത്തൊക്കെ കുഞ്ഞിനെ വെച്ചുകൊണ്ട് എന്തെങ്കിലും ജസ്റ്റ് ഒക്കെ ചെയ്യാൻ ഈ ഒരു കാരിയർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്കത് അത്യാവശ്യം യൂസ്ഫുൾ ആയി. സേവിന് പുറത്തോട്ടൊക്കെ ആ ഒരു സമയത്തൊക്കെ കുറച്ച് ഇപ്പം ഞാൻ കൂടുതലും സ്ക്രോളറാണ് യൂസ് ചെയ്യുന്നത്. എന്നാലും കാരിയർ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് അതായത് 9-10 months ഒക്കെ ഉള്ള സമയത്ത് സേവിനെ ഞാൻ പുറത്തൊക്കെ ജസ്റ്റ് ഒന്ന് നടക്കാൻ കൊണ്ടുവരുന്നത് ചിലപ്പോൾ കരിയറിൽ ഇട്ടായിരിക്കും. എനിക്ക് ഒന്നും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒന്ന് കേട്ടോ. അതുപോലെ തന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ ഞാൻ കരിയറിലൊക്കെ വെച്ച് അത്യാവശ്യമൊക്കെ കുക്ക് ചെയ്യുമായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തപ്പോൾ. സോ എനിക്കത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. നിങ്ങൾ ട്രാവൽ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്ക് എങ്ങനെ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണോ അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ ഒരു കാരിയർ വാങ്ങുന്നത് എനിക്ക് യൂസ്ഫുൾ ആയിരിക്കും. അല്ലാത്ത കേസിൽ കാരിയറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. സോ എനിക്ക് നാട്ടിൽ വെച്ച് അത് ഞാൻ ഒരുപാടൊന്നും യൂസ് ചെയ്തിട്ടേ ഇല്ല. പിന്നെ ഇവിടെ വന്നിട്ടാണ് ഞാൻ കാരിയർ അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പർച്ചേസിനൊക്കെ പോകുമ്പോൾ ഒക്കെ കാരിയർ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. സോ എനിക്കത് വർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയായിരുന്നു കാരിയർ. പിന്നെ വരുന്ന ഒന്നാണ് ബുക്സ്. ആക്ച്വലി ഒരു 3 to 4 months ഒക്കെ തൊട്ട് തന്നെ ബുക്സ് ഞാൻ കാണിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുഞ്ഞിന്. സോ ആക്ച്വലി അതെനിക്ക് വർക്ക് ചെയ്തോന്ന് ചോദിച്ചാൽ
ആ ഒരു സമയത്തൊക്കെ കുഞ്ഞിന് ബുക്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബുക്സ് നോക്കിയിരിക്കും, പിക്ചേഴ്സൊക്കെ കണ്ടാലും നോക്കിയിരിക്കും. അങ്ങനെയൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. നമ്മൾ പറഞ്ഞൊക്കെ കൊടുത്താൽ ഇങ്ങനെ പിക്ചർ നോക്കിയിരിക്കും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അവൾ ഈ ഒരു പിടിക്കാനും കടിക്കാനും ഒക്കെ തുടങ്ങിയതിന് ശേഷം ബുക്സ് നമ്മൾ കൊടുത്താൽ കടിയാണ് ഇപ്പം. കടി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കടിച്ച് തിന്നാനായിട്ട് മാക്സിമം നോക്കും അവൾ കേട്ടോ. സോ അതുകൊണ്ട് ഞാനിപ്പോൾ ബുക്സ് ഞാൻ അങ്ങനെ കാണിക്കാറില്ല. പക്ഷെ എല്ലാവരും പറയാറുണ്ട് ബുക്സ് കാണിച്ചു കൊടുക്കണം, ബ്രെയിൻ ഡെവലപ്മെൻറ്റൊക്കെ അത് ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ. ആക്ച്വലി സേവിൻ്റെ കേസിൽ ഇങ്ങനെ നന്നായിട്ട് അവൾ കടിക്കുന്നതുകൊണ്ട് ബുക്സ് ഞാൻ അങ്ങനെ കാണിക്കാറില്ല. അതിനേക്കാളും ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ടോയ്സിൽ തന്നെ പല ഫ്രൂട്ട്സ് വെജിറ്റബിൾസിൻ്റെ ഒക്കെ വരുന്ന ടോയ്സ് ഉണ്ടല്ലോ. സോ ബുക്സിനേക്കാളും അതാണ് ഞാൻ അവർക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പം അല്ലെങ്കിൽ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ക്ലോത്തിൻ്റെ ബുക്സ് ആകുമ്പോൾ അവർ കടിച്ചാലും അത്ര കുഴപ്പം വരില്ല. സോ അങ്ങനെ ഇങ്ങനെ കടിക്കുന്നതൊക്കെ കുഞ്ഞുങ്ങളാണെങ്കിൽ ഒന്നുകിൽ ക്ലോത്തിൻ്റെ ബുക്സ് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ടോയ്സിൽ തന്നെ ഇങ്ങനെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ വരുന്ന ടോയ്സ് വാങ്ങാൻ കിട്ടുമല്ലോ. സോ അങ്ങനത്തെ ടോയ്സ് വെച്ചിട്ട് അവരെ പറഞ്ഞു കൊടുക്കുക, ഓരോ വേർഡ്സ് ഒക്കെ അവർക്ക് എളുപ്പം ക്യാച്ച് ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കാം. സോ അതാണ് ഞാൻ കൂടുതലും കാണിക്കുന്നത്, ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ബുക്സ് അത്ര ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ വേസ്റ്റ് ഓഫ് മണി എന്ന് പറയാൻ പറ്റില്ല. നമുക്കത് മാറ്റി വെക്കുകയാണെങ്കിൽ പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കാമല്ലോ. സോ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കുഞ്ഞിച്ചി കൂടി ആകുമ്പോഴത്തേക്കും നമുക്കത് കാണിച്ചു കൊടുക്കാം. നെക്സ്റ്റ് വരുന്ന ഒന്നാണ് സക്ഷൻ പ്ലേറ്റ്. സക്ഷൻ പ്ലേറ്റ് ഇപ്പോൾ മിക്കവരും യൂസ് ചെയ്യുന്ന ഒന്നാണ് ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ആക്ച്വലി ഞാൻ ആദ്യം ഇത് വാങ്ങിയിട്ടില്ലായിരുന്നു, നോർമൽ പ്ലേറ്റിലായിരുന്നു അവൾക്ക് വെച്ച് കൊടുത്തത്. അപ്പോൾ അവൾക്ക് കുഞ്ഞുങ്ങൾ മിക്കവരും കാണിക്കുന്നതാണ് അത് പ്ലേറ്റ് തിരിച്ചിടുക, താഴെ ഇട്ട് കഴിക്കുക, അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ. സോ അത് കാണിച്ച് തുടങ്ങിയപ്പോഴാണ് ഒരു സക്ഷൻ പ്ലേറ്റ് വാങ്ങിയാൽ കൊള്ളായിരിക്കും എന്ന് വെച്ചിട്ട് ഞാൻ സക്ഷൻ പ്ലേറ്റ് വാങ്ങുന്നത് കേട്ടോ. സേഹു സക്ഷൻ പ്ലേറ്റ് വെച്ചാൽ മാക്സിമം അവളെ കൊണ്ട് പുൾ ചെയ്ത് അത് എടുക്കാനായിട്ട് അവൾ നോക്കും. എനിക്കാണെങ്കിലും അത് എടുക്കാൻ പാടില്ല. ഇപ്പോൾ അത് ഫുഡൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കണമെങ്കിൽ അത്യാവശ്യം നമ്മൾ എഫേർട്ട് ഇട്ട് അത് എടുക്കുമ്പോൾ അതിലുള്ള ഫുഡ് താഴെ പോകാനും അങ്ങനത്തെയൊക്കെ ചാൻസസ് കൂടുതലാണ്. ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഞാൻ സക്ഷൻ പ്ലേറ്റ് ആണ് മാക്സിമം അതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ കുഞ്ഞ് കുറച്ചൊന്ന് എഫേർട്ട് ഇടണമല്ലോ അത് പുൾ ചെയ്യാൻ, ചിലപ്പോൾ അത് വരത്തില്ല, അതുകൊണ്ട് അവൾ വിട്ടിട്ട് പോകും. സോ സക്ഷൻ പ്ലേറ്റ് ആവശ്യമുള്ളൊരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഹൈ ചെയറിലൊക്കെ വെച്ച് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ സ്നാക്സ് ഒക്കെ കൊടുക്കാനും ഫുഡൊക്കെ തന്നെ എടുത്ത് കൊടുക്കാനും അങ്ങനെയൊക്കെ ഫുഡൊക്കെ തന്നെ കഴിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ സക്ഷൻ പ്ലേറ്റ് ആയിരിക്കും ഒന്നും കൂടി ബെറ്റർ. ഇപ്പം നമ്മൾ തന്നെയാണ് ഫുഡ് കൊടുക്കുന്നത് അങ്ങനത്തെ രീതിയിലാണെങ്കിൽ സക്ഷൻ പ്ലേറ്റിൻ്റെ ആവശ്യമില്ല. കിണ്ണവോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മതി ഫുഡ് കൊടുക്കാൻ, നോർമൽ പ്ലേറ്റ്സ് ഒക്കെ മതി. പിന്നെ ഈ ഒരു 6 months കഴിഞ്ഞ് ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഞാൻ വാങ്ങിയ ഒന്നായിരുന്നു വാട്ടർ ബോട്ടിൽ. ചെറിയൊരു വാട്ടർ ബോട്ടിൽ ഓൺലൈനിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. അത് അവൾ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവൾക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ട്, മീൻസ് അത് മറ്റേ സ്ട്രോ വരുന്ന ടൈപ്പ് തന്നെയായിരുന്നു. സോ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, സ്ട്രോ അവൾക്ക് ആദ്യമേ സ്ട്രോ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അത് പഠിക്കാൻ ടൈം എടുക്കുമോ എന്ന്. ആക്ച്വലി അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഒരു 6 months കഴിയുമ്പോഴേ കുഞ്ഞുങ്ങൾക്ക് സ്ട്രോ മീൻസ് നമ്മൾ നിപ്പിളിൻ്റെ വാട്ടർ ബോട്ടിൽ കിട്ടും, സ്ട്രോയുടെയും കിട്ടും. സോ സ്ട്രോ അപ്പോഴേ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അവർ അത് ക്യാച്ച് ചെയ്ത് പഠിക്കാവുന്നേ ഉള്ളൂ. സോ സേക്കുഞ്ഞിനെ ആദ്യമേ സ്ട്രോയുടെ വാട്ടർ ബോട്ടിൽ തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ അത് ഒരു ദിവസമൊക്കെ അവളത് കടിച്ചൊക്കെ നോക്കി കുറച്ച് നേരമൊക്കെ. പിന്നെ അവൾ പതുക്കെ അത് കുടിക്കാനായിട്ട് തുടങ്ങി കേട്ടോ. സോ ആ ഒരു വാട്ടർ ബോട്ടിൽ എനിക്ക് ഇഷ്ടമായിരുന്നു. ചെറിയൊരു വാട്ടർ ബോട്ടിലായിരുന്നു, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ക്യാറ്റ് പ്രോഡക്ട്സ് ലിങ്ക് കൊടുത്തേക്കാം. പക്ഷേ അതെനിക്ക് മിസ്സായിപ്പോയി കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ഷോപ്പിങ്ങിന് പോയപ്പം ഞാൻ അവൾക്ക് ഫുഡ് കൊടുത്തതിനെ അവിടെ വെച്ചിട്ടാണ്. പിന്നെ അത് ഓൾറെഡി അത് കുറേ യൂസ് ചെയ്തിട്ട് അത് ചീത്ത ആവാറായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ വേറൊരെണ്ണം വാങ്ങി. സോ ഇത്രയും പ്രോഡക്റ്റ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. സോ ഇനി ഏതെങ്കിലും പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് അറിയണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ട് യൂസ്ഫുൾ ആയ പ്രോഡക്റ്റ്സോ അല്ലെങ്കിൽ വേസ്റ്റ് ആയ പ്രോഡക്റ്റ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കൂടി ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.